ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല രുചിയുള്ള ഒരു മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല മസാലയൊക്കെ ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഇവിടെ മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. 1/2 കിലോ മത്തി ഉണ്ടാവും ഏകദേശം. അതിലേക്ക് നമുക്ക് ഒരു പകുതി നാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ 2 നുള്ളി കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ രസം ഉണ്ടാവും കഴിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഇത് കുറച്ച് നേരം അവിടെ മാറ്റി വെക്കണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ആ ഒരു മസാല, സ്പെഷ്യലായിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മീനൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇവിടെ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നത്. മുഴുവൻ മല്ലിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർത്താലും മതി. 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകരുത്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിനകത്ത് മുളക് ചേർക്കുന്നുണ്ട്. വറ്റൽ മുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കാശ്മീരിയാണ്, അതുകൊണ്ട് എരിവ് കുറവായിരിക്കും. ഏകദേശം ഒരു 8 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാ മുളകാണെങ്കിൽ എരിവ് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതില്ലാത്തവർ പൊടി വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 10-12 വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ചെറിയ ഒരു കഷ്ണം വാളംപുളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനിലേക്ക് ഈ മസാല ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാവും കേട്ടോ മസാല. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇതൊരു മസാല ഫ്രൈ ആണ് കേട്ടോ. കുറച്ച് കൂടുതൽ ആ ഒരു മസാലയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചോറിന് നമുക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മീൻ ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് മുക്കി വെച്ച് കൊടുക്കുക. അത്രയധികം മസാല ഉണ്ടാവും കേട്ടോ. നമ്മൾ സാധാരണ മീനിൽ തേക്കുന്നതിനേക്കാളും ഡബിളായിട്ട് ഉണ്ടാവും മസാല. അപ്പോൾ ഫുള്ളായിട്ട് മീൻ ഇതിൽ നന്നായിട്ട് മുക്കി വെച്ച് കൊടുക്കുക. പിന്നെ ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. സമയം ഇല്ലെങ്കിൽ മാത്രം അപ്പം തന്നെ എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ മീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ മീൻ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ മീൻ വെച്ച് കൊടുക്കുന്ന സമയത്ത് മസാല ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നില്ല. മസാലയിൽ നിന്ന് മീൻ മാത്രം എടുത്തിട്ട് അങ്ങനെ തന്നെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാരണം മസാല നമ്മൾ ലാസ്റ്റ് കുറച്ചൊന്ന് വെന്ത് വരുമ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല സൂക്ഷിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും നമ്മൾ ഇതേ ഒന്ന് തിരിച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷെ നമ്മൾ ഇനിയാണ് ഇതിൽ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ഒരു ബാലൻസ് ആയിട്ടുള്ള മസാല ഉണ്ടല്ലോ, നമ്മൾ എന്തായാലും കുറച്ച് മസാല ബാക്കി ഉണ്ടാവും. അത് മുഴുവൻ എടുത്തിട്ട് ഇതിൻ്റെ മേലെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ല എന്താ പറയുക, ഒരു ഗ്രേവി ടൈപ്പിൽ നമുക്ക് മീനിൽ ഇങ്ങനെ മസാല പുരണ്ടിരിക്കും. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് സെറ്റ് ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മസാല കൂടുതലുള്ളതുകൊണ്ട് തന്നെ മീൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ തിരിച്ചിടുന്ന സമയത്ത് സൂക്ഷിച്ച് തിരിച്ചിടുക. ഇത് നമുക്ക് എല്ലാ മീനിലും ചെയ്യാൻ പറ്റും. വലിയ മീനിലും അതുപോലെ തന്നെ മത്തിയിലും അയിലയിലും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നല്ല ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആക്കാം. പക്ഷെ ഞാൻ ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആക്കുന്നില്ല. മീനിൽ ഇങ്ങനെ പെരണ്ടിരിക്കണ പോലെ കുറച്ചൊന്ന് മൊരിച്ചെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഏകദേശം എല്ലാ സൈഡും നന്നായിട്ടൊന്ന് വെന്ത് മൊരിഞ്ഞ് ആ മസാല നന്നായിട്ട് ഇങ്ങനെ പെരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിൽ ഈ മസാല കൂട്ടിയിട്ട് ചോറ് തന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ്. മാംഗ്ലൂർ സ്റ്റൈലിലുള്ളൊരു മീൻ പൊരിച്ചതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.